കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുവാനാകാതെ എ.ഐ.സി.സി നേതൃത്വം. അനുനയ നീക്കത്തിൽ വഴങ്ങാതെ കെ സുധാകരൻ. പൊട്ടിത്തെറി ഒഴിവാക്കുവാൻ നേതാക്കളുടെ ശ്രമം തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ തുടരട്ടെ എന്ന നിർദ്ദേശവുമായി മുതിർന്ന നേതാക്കളും രംഗത്തെത്തി. കെ സുധാകരനെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുവെങ്കിലും എ.ഐ.സി.സി നേതൃത്വം ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. ദില്ലിയിൽ കെ സുധാകരനുമായി നേതൃത്വം നടത്തിയ കൂടിക്കാഴ്ചയിൽ വിവിധ നിർദ്ദേശങ്ങൾ ഉയർന്നു. സുധാകരനടക്കം മാറി സമ്പൂർണ്ണ സംഘടന വേണമെന്ന് ചില നേതാക്കൾ ആവശ്യപ്പെട്ടു. പക്ഷേ സമ്പൂർണ്ണ പുനഃസംഘടനയോട് സുധാകരൻ യോജിച്ചില്ല. നിലവിൽ കെ.പി.സി.സിയിലുള്ള ഒഴിവുകൾ നികത്തണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു. നേരത്തെ നൽകിയ പേരുകൾ പരിഗണിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള പരാതികൾ ഉണ്ടെന്നായിരുന്നു എ.ഐ.സി.സി നേതൃത്വത്തിന്റെ മറുപടി. തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കണമെന്ന നിലപാട് സുധാകരനെ എ.ഐ.സി.സി നേതൃത്വം അറിയിച്ചെന്നാണ് സൂചന. അതിന് കേരളത്തിലെ പാർട്ടി സജ്ജമാണ് എന്നാണ് സുധാകരൻ നേതൃത്വത്തിനോട് മറുപടി നൽകിയത്. തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയ നിർദ്ദേശങ്ങൾ നൽകിയാണ് സുധാകരനെ നേതൃത്വം മടക്കി അയച്ചത്. അതേസമയം കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്ന് സുധാകരനെ മാറ്റണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എ.ഐ.സി.സി നേതൃത്വം എടുത്തിട്ടില്ലെന്നാണ് സൂചന. സുധാകരന് പകരം പുതിയൊരാളെ കണ്ടെത്തുന്നതിലും ദേശീയ നേതൃത്വത്തിന് ആശയക്കുഴപ്പമുണ്ട്. ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, സണ്ണി ജോസഫ് തുടങ്ങിയവർ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ സമവായത്തിലെത്താനായിട്ടില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ തലപ്പത്ത് പൊളിച്ചെഴുത്തിന് മുതിർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് നേതൃത്വത്തെ നിലപാട് അറിയിച്ചെന്നാണ് വിവരം. അതേസമയം ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തിയ സുധാകരൻ തന്റെ അടുപ്പക്കാരായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. തൽക്കാലം പദവിയിൽ തുടരുമെന്ന സൂചന തന്നെയാണ് സുധാകരൻ നേതാക്കളെ അറിയിച്ചത്. പൊടുന്നനെ ഒരു നേതൃമാറ്റമുണ്ടായാൽ സുധാകരൻ പൊട്ടിത്തെറിക്കുമെന്ന ആശങ്ക എ.ഐ.സി.സി നേതൃത്വത്തിനുമുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.